വനിതാ കമ്മീഷൻ മുൻ അംഗം ജെ പ്രമീള ദേവി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി പ്രമീള ദേവി, യഥാർത്ഥത്തിൽ ഹണി റോസിന് എല്ലാവരും അഭിനന്ദനം അറിയിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു ഞരമ്പ് രോഗിയെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടിയതിന്, അയാൾക്കെതിരെ പരാതി നൽകിയതിന് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ പോലീസ് കസ്റ്റഡിയിലാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എങ്ങനെ വിലയിരുത്തുന്നു ഈ സാഹചര്യത്തെ? അല്ല, തീർച്ചയായും ചെയ്യേണ്ടത് ചെയ്തു, സംഭവിക്കേണ്ടത് സംഭവിച്ചു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഒരു വ്യക്തി സിനിമയിൽ അഭിനയിക്കുക എന്ന തൊഴിലിൽ ഏർപ്പെട്ടതുകൊണ്ടോ അവർക്ക് താല്പര്യമുള്ള രീതിയിൽ അവർ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമല്ലാത്ത തരത്തിൽ, അതിനെ ചോദ്യം ചെയ്യാത്ത തരത്തിൽ അവർ വസ്ത്രം ധരിക്കുകയോ ചെയ്യുന്നതിന്റെ പേരിൽ ഈ ആരെങ്കിലും ക്ഷണിക്കുന്ന ചടങ്ങുകളിൽ, അത് ഉദ്ഘാടനമായിക്കോട്ടെ മറ്റെന്തുമായിക്കോട്ടെ, പങ്കെടുക്കുന്നു എന്നതിന്റെ പേരിൽ അവരെ വ്യക്തിഹത്യ ചെയ്യുക എന്ന് പറയുന്നത് വളരെ അങ്ങേയറ്റം അധിക്ഷേപാർഹമാണെന്നല്ല, കുറ്റകരമാണ് എന്ന് തന്നെ പറയണം. തീർച്ചയായും ബോബി ചെമ്മണ്ണൂർ ഉൾപ്പെടുന്ന ഒരു വലിയ സമൂഹം ഇത്തരത്തിൽ സ്ത്രീകളെ കുറിച്ച്, പ്രത്യേകിച്ച് സിനിമാ രംഗത്തും മറ്റുമുള്ളവരെ കുറിച്ച് പറഞ്ഞ് സന്തോഷിക്കാറുണ്ട്, അവരെ അധിക്ഷേപിച്ച് സന്തോഷിക്കാറുണ്ട്. അത് അനുവദനീയമല്ല. മറ്റേതൊരു രംഗം പോലെയും സിനിമാഭിനയം ഒരു തൊഴിലാണ്. സിനിമാഭിനയം മാത്രമല്ല, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരോട് താങ്കൾ കാണുന്നുണ്ടായിരിക്കും, ഒരു പൊതു വിഷയത്തെ കുറിച്ച് ഒരു സ്ത്രീയാണ് അഭിപ്രായം പറയുന്നതെങ്കിൽ മറുപടി വരുന്നത്, ഈ തള്ളയ്ക്ക് മിണ്ടാതിരുന്നൂടെ, ഈ അമ്മച്ചി ഇതൊന്നും അറിയുന്നില്ലേ, പോകഴത്ത് തള്ളേ, ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളാണ് വരുന്നത്. മറ്റൊരാളിനെ അയാളുടെ പ്രായം ഉദ്ദേശിച്ച് ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നത് കുറ്റകരമാണെന്നറിയാത്ത വിഡ്ഢികൾ നിറഞ്ഞ ഒരു പ്രദേശമായും മാറിയിരിക്കുന്നു. തീർച്ചയായും സോഷ്യൽ മീഡിയയിൽ അപകീർത്തികരമായ വാക്കുകൾ ഉപയോഗിക്കുന്നവർക്ക്, മറ്റൊരാളെ അപമാനിക്കുന്നവർക്ക്, അതിലൊക്കെ പ്രത്യേകിച്ച് സ്ത്രീത്വത്തിനെതിരെയുള്ള അപമാനകരമായ പ്രസ്താവങ്ങൾ നടക്കുന്നവർക്കെതിരെ നിയമം അനുശാസിക്കുന്ന എല്ലാ നടപടികളും സമയബന്ധിതമായി തന്നെ, കൃത്യസമയത്ത് തന്നെ, നമുക്കറിയാലോ ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്നാണ്, കൃത്യസമയത്ത് തന്നെ നടപടി ഉണ്ടാവണം. ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചതിൽ ഞാൻ അഭിനന്ദിക്കുന്നു അധികൃതരെ. തുടർ നടപടികളും ഇതേപോലെ തന്നെ ആവണം. ഒരാളിന്റെ സമ്പത്തോ സ്ഥാനമോ വലിപ്പമോ സ്വാധീനമോ ഒന്നും ഇത്തരം വിഷയങ്ങളിൽ കണക്കാക്കപ്പെടാൻ പാടില്ല. സ്ത്രീകൾക്ക് തീർച്ചയായും പൊതുസമൂഹത്തിൽ, അത് അഭിനയമായിക്കൊള്ളട്ടെ, രാഷ്ട്രീയമായിക്കൊള്ളട്ടെ, വീട്ടിൽ സാധാരണ ജീവിതം നയിക്കുന്നവരായിക്കൊള്ളട്ടെ, ആർക്കും അഭിമാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. അതിനെ തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ ശിക്ഷാ നടപടികൾ നിർബന്ധമായും ഉണ്ടാവണം എന്ന് തന്നെയാണ് എന്റെ ശക്തമായ നിലപാട്, അഭിപ്രായം. എക്കാലവും ഞാൻ അങ്ങനെ തന്നെ പറയുകയും അതിന് അനുസൃതമായ പെരുമാറ്റം, നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് കൂടി പറഞ്ഞു. വളരെയധികം നന്ദി ഡോക്ടർ ജെ പ്രമീള ദേവി.